അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം എങ്ങനെ നമ്മൾ സ്നേഹിച്ചത്? അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ ആര് നൽകി? ദൈവത്തിന്റെ ഏകജാതനെ കുരിശിൽ നമ്മൾ കാണുകയാണ്. ദൈവപുത്രനായ യേശു. ഭാരതത്തിലെ വന്യമാരികളും പ്രാർത്ഥിക്കുന്നുണ്ട്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. ശാന്തി ശാന്തി ശാന്തി. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ യേശുവിൽ നമ്മൾ കാണുന്നു, അവർ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന്. എന്നാൽ യേശുവിൽ നമ്മൾ കാണുകയാണ് യോഹന്നാൻ 14:6. സാധിക്കുമെന്ന് കുറിച്ച് വെച്ചേക്കണേ. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. I am the way, the truth, I am the way, I am the door, I am the truth, I am the life. Praise the Lord. Hallelujah. Hallelujah. ഒന്ന് പറഞ്ഞേ hallelujah. Hallelujah. അപ്പോ ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് നിങ്ങൾക്ക് മാർഗം എന്ന് ദൈവത്തിന്റെ സ്നേഹം തന്നെയായ യേശുവിലൂടെ വെളിപ്പെടുത്തുകയാണ്. ദൈവം തന്നെ തന്നെ എനിക്കും നിങ്ങൾക്കും ലോകത്തിനും വെളിപ്പെടുത്തി തരുന്നത് കർത്താവായ യേശുവിലൂടെയാണ്. ഞാനിവിടെ ഏതാനും വർഷം മുമ്പ് രാത്രി ആരാധനയ്ക്ക് വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം യോഹന്നാൻ 3:16 എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണ കിട്ടി. വീണ്ടും വീണ്ടും പറഞ്ഞ് എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9 വർഷമായി നടുവേദന മാറി. 30 വർഷമായി ക്ഷമിക്കാൻ പറ്റാത്ത കാര്യം ക്ഷമിക്കാൻ തയ്യാറായി. ഒരുപാട് നാളായിട്ടുള്ള വിട്ടുമാറാത്ത തലവേദന മാറിപ്പോയി. ഓൺ ദ സ്പോട്ടിൽ ലൈവായിട്ട് പലരും പറയുകയാണ്. എന്ന് മാത്രമല്ല, ഞാൻ അന്ന് വന്നപ്പോൾ എന്നോട് കൂടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞ്, ബ്രദറെ ഞാൻ ചിറ്റൂർ ഇതുവരെ രാത്രി ആരാധനക്ക് പോയിട്ടില്ല, ബ്രദർ പോകണമെങ്കിൽ ഞാനും കൂടി വന്നാൽ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു. അന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് ആരാധന നയിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി നിൽക്കാനായിട്ട് പറഞ്ഞു. വന്നവരെല്ലാം ആരാധനയ്ക്ക് എന്നുവെച്ചിരിക്കാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു മുഖം നോക്കി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ മുട്ടോത്തും മറ്റാൾ പ്രാർത്ഥിക്കും, ഒരാൾ മുട്ടോത്തും മറ്റാൾ പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചതെല്ലാം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. രണ്ടുപേരും മാത്രം, എൻ്റെ കൂടെ വന്ന ആൾ മാത്രം തിരിഞ്ഞു നിൽക്കുന്നില്ല. അവിടെ വലിയ കരച്ചിലും ബഹളമൊക്കെ. അപ്പോൾ പറഞ്ഞതാ ഒറിജിനൽ ശത്രുക്കളാണ് ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കണ്ടുമുട്ടിയത്. പോലീസ് കേസ് പോലീസ് സ്റ്റേഷനിലൊക്കെ വെച്ച് തീർത്തിട്ട് തീരാത്ത, അവിടെ നിന്ന് വിറ്റൊക്കെ പോയി. പക്ഷേ ആ വ്യക്തിയും ആദ്യമായിട്ടാണ് ഈ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഭാര്യയുടെ നിർബന്ധം കാരണം വന്നത്. ഈ വ്യക്തിയും ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ ശരിക്കും ദൈവസ്നേഹം തന്നെയാണ്, ദൈവസ്നേഹം തന്നെയാണ്. നമ്മൾ മറന്നു കിടക്കുന്ന, അല്ലെങ്കിൽ ഇനി ചത്താലും ക്ഷമിക്കില്ല, പോലീസുകാർ അന്ന് കോംപ്രമൈസ് ആക്കാൻ ശ്രമിച്ചിട്ടൊക്കെ പരാജയപ്പെട്ട ആ വഴക്കുള്ള വ്യക്തിയോട് ഇവിടെ ദൈവത്തിന്റെ വചനം കേട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ക്ഷമിച്ച് ക്ഷമോടത്ത് പ്രാർത്ഥിച്ച് 2 വലിയ അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നു. ഒരുപാട് നാളായിട്ട് വിൽക്കാനിട്ടിരുന്ന വസ്തു ഓഹരി, അതിൻ്റെ വിൽപ്പന ചടവിടെയെന്ന് പറഞ്ഞ് ആ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ അന്നത്തെ നൈറ്റ് വിറ്റിൽ പ്രാർത്ഥിച്ചതാണ്. അത് ഇങ്ങോട്ട് വന്ന് നല്ല വിലക്ക് കച്ചവടം നടന്നു. മക്കൾക്കൊക്കെ കൊടുക്കാനുള്ള വീതവും മറ്റു കാര്യങ്ങളെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തീർക്കണമെന്ന് പണ്ട് പോലെയുള്ള ആഗ്രഹമാണ്. അതിനെല്ലാം ഒരു തീരുമാനമാക്കാൻ പറ്റി. കൈയടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് ഹാലേ